പഠിച്ചുകൊണ്ടിരിക്കുന്നത് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ സീക്വൻസ് ആൻഡ് സീരീസിൽ പണ്ട് കുറേ പഠിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി ഇപ്പം നമുക്ക് ഒരു സാധനം മാത്രമേ പഠിക്കാനുള്ളൂ, ജി പി. എന്താണ് ജി പി എന്ന് കേരളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ പേരെ പറയുള്ളൂ, ഇതാണ് ജി പി. ഈ ജി പി ഏത് ജി പി ആണ്? ഈ ജി പി ഗോവിന്ദ് പത്മസൂര്യ. മറ്റേ നമ്മുടെ D4 ഡാൻസിലൂടെയൊക്കെ വന്നു. D4 ഡാൻസിലൊക്കെ വന്നപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഗേൾസ് ഫാൻസ് ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കാണുമ്പോഴൊക്കെ പുള്ളി മറ്റേ ഈ താടിയിൽ മറ്റേ ഞാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയാണ്, പുള്ളി മറ്റേ താടിയിൽ മറ്റേ ചിത്രപ്പണികളൊക്കെ ചെയ്തു വരുന്ന ആളാണ്. അത് കഴിഞ്ഞപ്പോൾ മറ്റേ അല്ലു അർജുനും മറ്റേ വൈകുണ്ഠപുരത്തിലൊക്കെ പുള്ളി ഇത്തിരി അടിപൊളിയായിരുന്നു, ഇത്തിരി നൈസായിരുന്നു. പിന്നെ ശ്രദ്ധിക്കപ്പെട്ടത് മറ്റേ പ്രേതത്തിലൊക്കെ പുള്ളി ഹെവിയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ കൂടി ശ്രദ്ധിച്ചു. പിന്നെ ഒരു അടിപൊളി പടം ഉണ്ടായിരുന്നു പുള്ളിയുടെ, എന്താ 32-ാം അധ്യായം 23-ാം വാക്യം. ആ പടവും ഇത്തിരി നൈസായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ വൈകുണ്ഠപുരത്തിൽ പുള്ളി ഇത്തിരി ഹെവിയാണ്. അപ്പോൾ അതങ്ങോട്ട് അല്ലു അർജുൻ്റെ കൂടെയൊക്കെ കട്ടക്ക് പിടിച്ചു നിന്ന ഒരു സെറ്റപ്പാണ്, നൈസാണ്. പക്ഷേ നമുക്ക് ഈ ജി പിനെ അല്ല നമുക്ക് പഠിക്കാൻ വേണ്ടത്, ഈ പുള്ളിനല്ല. നമുക്ക് ഈ പുള്ളിയുടെ പേരല്ല വേറൊരു സാധനമാണ് നമുക്ക് പഠിക്കാനുള്ളത്, ജി പി. നമുക്ക് പഠിക്കാനുള്ള ജി പി എന്ന് പറഞ്ഞാൽ ഗോവിന്ദ് പത്മസൂര്യ അല്ല, നമുക്ക് പഠിക്കാനുള്ള ജി പി ജിയോമെട്രിക് പ്രോഗ്രഷൻ. എന്താണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും? അതായത് ഏതെങ്കിലും ഒരു നമ്പർ 3 എന്ന് പറയുന്ന ഒരു നമ്പർ 3, 10, 15 ഇഷ്ടമുള്ള എടുത്തു. ഈ നമ്പറിനെ ഏതെങ്കിലും ഒരേ നമ്പർ വെച്ച് ഗുണിച്ച് എഴുതി പോവുകയാണെന്ന് വിചാരിച്ചു. ഈ 3-നെ ഞാൻ 2 കൊണ്ട് ഗുണിച്ച് 6 എഴുതി. 6-നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ച് 12 എഴുതി. 12-നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ച് എത്രയാണ്? 24 എഴുതി. 24-നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ച് 48 എഴുതി. അപ്പോൾ ഞാൻ 2 കൊണ്ട് ഗുണിച്ചല്ലേ പോയത്, അല്ലേ? ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാണ് പോയത്. അല്ലെങ്കിൽ ഞാൻ വേറൊരു നമ്പർ എടുക്കുകയാണ്, 5. 5-നെ ഞാൻ 3 കൊണ്ട് ഗുണിച്ച് പോവുകയാണ്. 5 × 3 എത്രയാണ്? 15. 15 × 3 എത്രയാണ്? 45. 45 × 3 എത്രയാണ്? 135. ഇങ്ങനെ പോകും. ഇങ്ങനെ ഗുണിച്ച് തന്നെ പോകണമെന്നില്ല, ഹരിച്ചും പോവാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തും പോവാം. അതായത് ഇപ്പോൾ 100-നെ ഞാൻ 2 കൊണ്ട് ഹരിച്ച് 50 എഴുതി. 50-നെ ഞാൻ വീണ്ടും 2 കൊണ്ട് ഹരിച്ച് 25 എഴുതി. 25-നെ വീണ്ടും ഞാൻ 2 കൊണ്ട് ഹരിച്ച് 25/2 എന്ന് എഴുതി. ഉണ്ടല്ലോ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 120 എടുത്തു. 120-നെ ഞാൻ 3 കൊണ്ട് ഹരിച്ച് 40 എഴുതി. 40-നെ ഞാൻ വീണ്ടും 3 കൊണ്ട് ഹരിച്ച് 40/3 എന്ന് എഴുതി. ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത് നോക്കിയേ, ഒന്നെങ്കിൽ ഒരേ നമ്പറുകൾ കൊണ്ട് ഗുണിച്ചു പോയി, അല്ലെങ്കിൽ ഒരേ നമ്പറുകൾ കൊണ്ട് ഹരിച്ച് പോയി. ഇങ്ങനെ ഒരേ നമ്പറുകൾ കൊണ്ട് ഗുണിച്ചോ, ഒരേ നമ്പറുകൾ കൊണ്ട് ഹരിച്ചോ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തോ ഡിവൈഡ് ചെയ്തോ പോയാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ജി പി എന്ന് പറയുന്നത് ജിയോമെട്രിക് പ്രോഗ്രഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ 2 ജി പി മനസ്സിലായല്ലോ. ഈ ജി പിനെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. ഈ ജി പിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. കേട്ടല്ലോ, ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഈ ജിയോമെട്രിക് പ്രോഗ്രഷനെ കുറിച്ചാണ് നമുക്ക് ഈ സീക്വൻസ് ആൻഡ് സീരീസിൽ മൊത്തമായിട്ട് പഠിക്കാനുള്ളത്. കേട്ടല്ലോ. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. ഓക്കെ.